ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫോട്ടോഗ്രാഫി ബൈ ശരത്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കന്താവ് ബീച്ചിലാണ്. കന്താവ് ബീച്ചിൽ നമുക്ക് ഒന്ന് രണ്ട് ഫോട്ടോകൾ എടുക്കുവാൻ വേണ്ടി ശ്രമിച്ച് നോക്കാം. അറിയില്ല കറക്റ്റ് കോമ്പോസിഷനൊക്കെ കിട്ടുമോ എന്ന്. നമുക്ക് ഒന്ന് നടന്നിട്ട് ഏതെങ്കിലും കോമ്പോസിഷൻ കിട്ടുമോ എങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാം, അത് കാണിക്കാം. അപ്പോൾ ഇതാണ് ബീച്ച് വരുന്നത്. ഇങ്ങനെയാണ് ഇത്. അവിടെ അപ്പുറത്തൊരു മലയുണ്ട്. ഇതൊരു ഫിഷിംഗ് വില്ലേജാണ്. നിങ്ങൾക്കൂടെ ഫിഷിംഗ് ആക്ടിവിറ്റീസ് നടക്കുന്നതായിട്ട് കാണാവുന്നതാണ്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ബോട്ടിൽ വേറൊരു കന്താവ് ബീച്ചിൻ്റെ തന്നെ വേറൊരു ഭാഗത്തേക്ക് ഒരു ബോട്ടിൽ നമ്മൾ അഡീഷണൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കൊണ്ടുപോകും. ഇതുപോലെ പോയി വരുന്ന ചില ബോട്ടുകളാണ് നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ ബോട്ട് വരുന്നുണ്ട്. ഇതൊക്കെ ബോട്ടൊക്കെ കയറ്റിയിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊരു വില്ലേജാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഇതൊരു വില്ലേജ് ഏരിയ ആണ്. ഒരു വില്ലേജാണിത്. അധികം ഈ മുക്കുവന്മാർ ഒക്കെയാണ് ഈ ഭാഗത്തുള്ളത്. പിന്നെ ഈ ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഇതുപോലെ വേറെ ഇതിൻ്റെ ബീച്ചിൻ്റെ തന്നെ അപ്പുറത്ത് ഉള്ള സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ ബീച്ചൊക്കെ ഉണ്ട്. അതൊക്കെ കാണിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നവരുണ്ട്. ഞാനിവിടേക്ക് മുന്നേ വന്നിട്ടുണ്ട്. മുന്നേ വൈഫുമായി വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം. നമുക്ക് ഒരു ദിവസം ബോട്ടിൽ കയറി അപ്പുറത്തുള്ള ചെറിയൊരു ബീച്ചിലേക്ക് പോകണം. ഇന്ന് എന്തായാലും ഇല്ല. ഇപ്പോൾ ഒരു 5:30 ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ സൂര്യാസ്തമയം ആകാറായിട്ടുണ്ട്. അതിന് മുൻപ് നമുക്ക് നമ്മുടെ ലൊക്കേഷനിലേക്ക് പോകാം. ഇവിടെ സ്ഥിരമായിട്ട് ആളുകൾ, പിള്ളേർ ഫുട്ബോൾ കളിക്കുന്ന ഒക്കെ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ലൊക്കേഷനുകൾ കിട്ടുകയാണെങ്കിൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു പാറയുണ്ട്. ആ പാറയുടെ മുകളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് ഈ സൈഡിലേക്ക് ഒരു പടം എടുക്കാൻ പറ്റുമോ എന്ന് നോക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വയസ്സായ ആളുകളൊക്കെ വന്ന് വിശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ കഴിയുന്നതാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീച്ചാണിത്. ചെറിയ നല്ല കല്ലുകളൊക്കെ ഉണ്ട്. കല്ലുകൾ നല്ല നല്ല കല്ലുകളൊക്കെ ഉണ്ട്. ഇവിടെ സ്ഥിരമായിട്ട് എപ്പോൾ വന്നു കഴിഞ്ഞാലും, ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും കുട്ടികൾ സ്വിമ്മിംഗ് പൂൾ പോലെ ഇവിടെ തന്നെയുള്ള പിള്ളേരാണെന്ന് തോന്നുന്നു. ഏത് നേരം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഉണ്ടായിരുന്നു. കടലിൽ കളിക്കുന്നുമുണ്ട്, കുളിക്കുന്നുമുണ്ട്. അവിടെയൊക്കെ ബോട്ടുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പാറയുടെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഇതെല്ലാമാണ് ഇവിടെ ടെമ്പററി ആയിട്ട് വീട് പോലെ എന്തോ ഷെഡ് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മുക്കുവന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഒരുപാട് ബോട്ടുകളുണ്ട്. ചെറിയ ചെറിയ ഹോട്ടലുകൾ പോലെയൊക്കെ ഉണ്ട്. ടീ ഷോപ്പ് ഉണ്ട് അടുത്ത്. അങ്ങനെ ഒരു ചെറിയ വില്ലേജ്, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ ഒരു ചെറിയ മുക്കുവ വില്ലേജ്, മുക്കുവ ഗ്രാമം. ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബീച്ചിൻ്റെ ഒരു ഏകദേശം ഒരു
അർദ്ധവൃത്താകൃതിയിലാണ് ബീച്ച് ഉള്ളത്, ബീച്ചിൻ്റെ ഒരു ഏരിയ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ബീച്ചിൻ്റെ ഒരു വ്യൂ ഒട്ടുമിക്കതും കിട്ടുന്നതാണ്. നമുക്ക് ഈ പാറയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് എങ്ങനെയാണ് വ്യൂ കയറുന്നത് എന്ന് നോക്കാം. നല്ല വ്യൂ തന്നെയാണ് ഇവിടെ നിന്നുള്ളത്. ഡിയേഴ്സ് ഇവിടെ നമുക്കൊരു നല്ല കോമ്പോസിഷൻ പോലെ തോന്നുന്നുണ്ട്. ഇതിൽ 2-3 പാറകളുണ്ട്. ഇവിടെ 2-3 പാറകളിൽ ഏതെങ്കിലും ഒന്നിനെ നമുക്ക് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ നമുക്ക് ഫോർഗ്രൗണ്ടിലാക്കി എടുക്കാവുന്നതാണ്. ഈ പാറയെ അല്ലെങ്കിൽ അവിടെ കാണുന്ന ആ പാറയെ ഫോർഗ്രൗണ്ടാക്കി എടുക്കാവുന്നതാണ്. പക്ഷേ പ്രശ്നം ഇവിടെ ബാഗ് വയ്ക്കുവാൻ താഴെ ഇപ്പോഴും വെള്ളമുണ്ട്, ഞണ്ടുകളുണ്ട്. അപ്പോൾ വെള്ളം കയറാനോ അതുപോലെ തന്നെ ഞണ്ട് ബാഗിൽ കയറാനും സാധ്യതയുണ്ട്. അതാണ് ഒരു റിസ്ക്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഗുഹ പോലെയുണ്ട്. ഇവിടെ ആദിമ മനുഷ്യന്മാർ വരച്ചിട്ടതുപോലെ, ഇതിപ്പോൾ വരച്ചിട്ടുള്ളതാണ്, എന്നാലും പണ്ടത്തെ പോലെ ഈ ഗുഹയിൽ വേണമെങ്കിൽ പണ്ടൊക്കെ ആളുകൾ താമസിച്ചിട്ടുണ്ടായിരിക്കാം. അത്യാവശ്യം ഒരു വലുപ്പമുള്ള ഗുഹയാണ്. ഞാൻ ഇതിൻ്റെ പുറമെ നിന്നുകൊണ്ട് കാണിച്ചു തരാം. നമുക്ക് ഇതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു വ്യൂ കൂടി കിട്ടും. ഇതിന് മുകളിലേക്ക് പോകാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാം. ഈ സൈഡിലൂടെ കൂടെ ഒരു ചെറിയ വഴിയുണ്ട്, അതിലൂടെ പോയി നോക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ മുകളിലേക്ക് ഒരു വഴിയുണ്ട്. ഈ മലയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഇനി അടുത്ത ആ സൈഡിലേക്ക് നോക്കിക്കൊണ്ട് ആ മലയും അതിൻ്റെ കടലിൻ്റെ അടിഭാഗവും എല്ലാം കാണാവുന്ന രീതിയിൽ നമുക്ക് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ നമുക്കിനി മലയിലേക്ക് കയറാം. അപ്പോൾ നമ്മൾ ക്യാമറയും പിടിച്ചുകൊണ്ട് മല കയറുകയാണ്. സുഹൃത്തുക്കളെ, മല കയറുകയാണ്. മുകളിൽ പോയാൽ എന്തെങ്കിലും വ്യൂ ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ അങ്ങനെ മല കയറി കൊണ്ടിരിക്കുകയാണ്. മലയുടെ അപ്പുറം നമുക്ക് കാണിച്ചു തരാം. ഈ മലയുടെ മുകളിലെത്തിയിട്ട് കാണിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ചെറിയൊരു കുന്നിൻ്റെ മുകളിലെത്തിയിരിക്കുകയാണ്. ഈ കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പുറത്തെ സൈഡ് ഒരു ബീച്ചുണ്ട്, കുന്നിൻ്റെ ഇപ്പുറത്തെ സൈഡിലൊരു ബീച്ചുണ്ട്, ഇവിടെ ഒരു ചെറിയ ബീച്ചുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇനി അതിൻ്റെ പുറകിലൊക്കെ കാണുന്നത് നിറയെ മലകളാണ്. ഇതിൻ്റെ താഴത്തെ ഒരു ബീച്ചുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ താഴത്തെ ബീച്ച് വ്യൂ. താഴത്തെ ബീച്ച് വ്യൂ സൂപ്പറാണ്. പിന്നെ ഇവിടെ വെള്ളം കയറുമെന്ന് പേടിക്കേണ്ട കാര്യമില്ല. താഴെയാകുമ്പോൾ വെള്ളം കയറും, ഞണ്ട് കയറും ബാഗിൻ്റെ ഉള്ളിൽ, ക്യാമറയിൽ വെള്ളമാകുമെന്ന് പേടിക്കുക. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ്. ഇന്ന് ലൈറ്റ് അത്ര നല്ലത് പോരാ, സൂര്യാസ്തമയം സൂര്യനെ ഒന്നും കാണാനില്ല, എന്നാലും പറ്റാവുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇനി അപ്പുറ സൈഡും കൂടി വന്ന് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് പോകാം.
ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ് വരുന്നത്. അപ്പോൾ ഈ ബീച്ചിൻ്റെ ഈ സൈഡ് നമ്മൾ ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ 30 seconds ആണ് കാണിച്ചിരിക്കുന്ന എക്സ്പോഷർ. ഞാൻ കുറച്ചും ലോങ് ആയിട്ട് 30 എങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 6 stop ന്യൂട്രൽ ഡെൻസിറ്റി ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്രാഡ് ഫിൽറ്റർ കൂടി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിലൊരു 6 stop ND വെച്ചിട്ടുണ്ട്, ND ഫിൽറ്റർ. അതുപോലെ തന്നെ ഒരു ഗ്രാഡ് ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ആകാശത്തിന് കുറച്ച് ബ്രൈറ്റാണ് താഴത്തെ അപേക്ഷിച്ചിട്ട്. അപ്പോൾ ആകാശത്തിനെ കുറച്ച് ഡാർക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് വെച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇതുപോലുള്ള ലൊക്കേഷനുകളിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ, ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിയിൽ ഫോട്ടോ എടുക്കുവാൻ ആണ് നമ്മൾ വരുന്നത്. എന്നിരുന്നാലും നമ്മൾക്ക് ഈ ഫോട്ടോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ 1-2 ഫോട്ടോ മാത്രം എടുക്കുക, അല്ലാതെ ഓടിച്ചാറി എല്ലാ ലൊക്കേഷനിലും പോയി ഫോട്ടോ എടുക്കേണ്ട ആവശ്യമില്ല. നല്ല ഫോട്ടോ ചിലപ്പോൾ നല്ല ഫോട്ടോ കിട്ടും, ചിലപ്പോൾ നല്ല ഫോട്ടോ കിട്ടില്ല. അത് കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിരിക്കും. അങ്ങനെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫാമിലിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നതെങ്കിൽ പോലും നമ്മൾ വന്നിരിക്കുന്ന ലൊക്കേഷൻ്റെ ബ്യൂട്ടി ആസ്വദിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മൾ ക്യാമറ മാത്രം ഫോക്കസ് ചെയ്ത് പോകേണ്ട കാര്യമല്ല, നമ്മൾ വന്നിരിക്കുന്ന ലൊക്കേഷൻ്റെ ബ്യൂട്ടി നമ്മൾ ആസ്വദിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇത് നേച്ചറിനെ ആസ്വദിക്കുക. ഇവിടെ നല്ല കൂളായിട്ടുള്ള കാറ്റുണ്ട്, അതുപോലെ നല്ല കാലാവസ്ഥയാണ്, അതുപോലെ നല്ല കാഴ്ചകളുണ്ട്. അപ്പോൾ നേച്ചറിനെ പരമാവധി നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നമ്മളുടെ മൈൻഡിനെ കൂളാക്കും. അതുപോലെ തന്നെ നമ്മളുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. നല്ല ശുദ്ധമായ വായുവാണ് ലഭിക്കുന്നത്. അപ്പോൾ പൊല്യൂഷൻ ഇല്ലാത്ത വായുവാണ് ലഭിക്കുന്നത്. അപ്പോൾ അത് നമ്മളിവിടെ ഇരുന്ന് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ഇരുന്ന് നേച്ചറിനെ ആസ്വദിച്ചതിന് ശേഷം മാത്രമാണ് ഫോട്ടോഗ്രാഫി വൈൻഡപ്പ് ചെയ്ത് നമ്മൾ പോകാൻ പാടുള്ളൂ. അപ്പോൾ ഈ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണത്. നമുക്ക് ഫോട്ടോ എടുക്കുന്നതോടൊപ്പം തന്നെ നേച്ചറുമായിട്ട് കണക്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം കൂടി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഫോട്ടോഗ്രാഫി ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി ഇത് എടുത്ത 2 ഫോട്ടോയും 2-3 ഫോട്ടോയും എഡിറ്റ് ചെയ്തതിന് ശേഷം കാണിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.